അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇനീഷ്യലി നമുക്ക് അടുത്തുള്ള ക്ലയൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്കെയിലിംഗ് എന്തായാലും നടക്കും. വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഓർഡേഴ്സ് മാനേജ് ചെയ്യാനും നമ്മുടെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാനും നമ്മുടെ ഇൻവോയ്സസ് വലിയ വലിയ ഒരു ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് ബില്ല് കൊടുക്കണം, ഇൻവോയ്സ് കൊടുക്കേണ്ടി വരും. ഇൻവോയ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അക്കൗണ്ട്സ് നമ്മളെല്ലാം അക്കൗണ്ട്സ് നമ്മൾ എത്രത്തോളം സെയിൽ ചെയ്തു, എത്ര ലോസ്, എത്ര പ്രോഫിറ്റ്, എത്ര ആൾക്കാർ എന്തൊക്കെ വാങ്ങിയ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ആയാലും പിന്നെ ഒരാൾക്ക് നമുക്ക് ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് എടുക്കുന്ന സമയത്ത് പ്രപ്പോസൽസ് കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇത്ര പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എത്ര ആ റേറ്റ് എന്നുള്ളത് ഞാൻ പ്രപ്പോസൽ കൊടുക്കേണ്ടി വരും, കൊട്ടേഷൻ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതുപോലെയുള്ള കൊട്ടേഷനും പ്രപ്പോസൽസ് അടിക്കാനും എല്ലാം നമുക്ക് ഇൻ കേസ് നമുക്ക് ഫോണിൽ വരെ വേണമെങ്കിൽ ആ സോഫ്റ്റ്വെയർ എടുത്തിട്ട് അതിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് എന്താണ് ഡീറ്റെയിൽസ് അതൊക്കെ അടിച്ച് നമുക്ക് PDF ആയിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊടുക്കാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ നമ്മുടെ ലോഗോ ഒക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് ഇൻവോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫീസിൽ ഒരു ഓഫീസൊക്കെ ഉള്ള ആളാണെങ്കിൽ ഓഫീസിലുള്ള എക്സ്പെൻസുകളും പിന്നെ നമ്മുടെ ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും മറ്റേ ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് വരുന്ന പേയ്മെന്റ് നോട്ടും പേയ്മെന്റ് റെസിപ്റ്റ് എല്ലാം നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ സോഫ്റ്റ്വെയർ അതിനൊക്കെ ചെറിയ പേയ്മെന്റ് സബ്സ്ക്രിപ്ഷൻ ബേസിൽ ചെറിയ പേയ്മെന്റ് ഒരു 3 ഡിജിറ്റ് നമ്പർ ഒക്കെ അതിൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വരും. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഒരു എക്സാമ്പിൾ ഒരു